ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ള ഒരു വസിയത്ത്, നമ്മൾക്ക് അള്ളാഹു തന്ന അറിവ് വെച്ച് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവര് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. കാരണം അവര് നമ്മുടെ ദുആ ആഗ്രഹിക്കുന്നുണ്ട്, അവര് നമ്മുടെ ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്. നിനക്കായവർ ക്ലേശങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നെ അവരെന്ത് ദുഃഖം തിന്നതാ. അവര് നിനക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചവരാണ്, എന്തുമാത്രം ത്യാഗങ്ങൾ അവർ സഹിച്ചവരാണ്. നിനക്കുള്ള വേദന മാലവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. നീ ഒന്ന് കരഞ്ഞാൽ, നിനക്കൊരു വേദന വന്നാൽ, നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാൽ അവര് ക്ഷമിക്കാൻ കഴിയുന്നതല്ല, അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. നിന്റെ വേദനയേക്കാൾ വലിയ വേദനയാ അവർക്ക്. നീ രോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരൊന്ന് താരാട്ടുന്നതാ. നിനക്കൊരു രോഗം വന്നാൽ, നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, നിനക്കൊരു പ്രയാസം വന്നാൽ, പെണ്ണുമോനെ നിനക്ക് വേണ്ടി അവർ എത്ര നാളെ ഉറക്കമൊഴിച്ചവരാണ്, നിനക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടവരാണ് അവരെ കുറിച്ച് നീ മറന്നുപോയോ? അവരിന്ന് ഖബറിന്റെ ഉള്ളറയിലല്ലേ, അവരെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ലല്ലോ. അവരാഗ്രഹിക്കുന്നുണ്ട്, പടച്ച തമ്പുരാനെ എന്റെ മക്കൾ എന്നെ മറന്നുപോയല്ലോ, എന്റെ മക്കൾ എന്നെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ, ഞാൻ വിട്ടേച്ചു പോയ സമ്പത്തിന് വേണ്ടിയിട്ട് അവർ അടിപിടി കൂടുന്നുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കിയ ഭവനത്തിൽ അവർ അന്തിയുറങ്ങുന്നുണ്ടല്ലോ, എന്നെ കുറിച്ച് അവർ ഓർക്കുന്നില്ലല്ലോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഇമാം ബൈദാവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. അതെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവരതാ നമ്മുടെ ദുആ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, പൊന്നുമോനെ മരണപ്പെട്ടു പോയവർ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് പോലെയാണ്. ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെപ്രാളപ്പെടുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദര, മരണപ്പെട്ടു പോയവരെ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊന്നുമക്കളെ നിങ്ങളുടെ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും കേട്ടോ. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലദുൻ സാലിഹ് യദൂലുഹു, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. പൊന്നുമോനെ നിനക്കറിയില്ലേ, നീ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്ന സമയം ഒരൽപ്പം വൈകിപ്പോയാൽ അവർക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരതാ സുബ്ഹാനല്ലാഹ് നടക്കുകയായി. ചിന്ത മുഴുവനും നിന്നെ കുറിച്ചായിപ്പോയി. അതേ, നിനക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചവരല്ലേ, അവരെ കുറിച്ച് ഓർക്കാൻ നീ സന്നദ്ധനല്ലെങ്കിൽ നിന്റെ മക്കൾ നിന്നെ കുറിച്ച് ഓർക്കുകയില്ല. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാജഹാൻ ബാക്കവിയുടെ വാക്കുകളല്ല, കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ്, മദീനയുടെ മണവാളൻ അഷ്റഫുൽ ഖൽഖ്, ആ പച്ചക്കുമ്പയ്ക്ക് കീഴേ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ നിന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ വാർത്തു വിടുമെന്ന്. അവർക്ക് ഒരിക്കലും കള്ളം പറയാത്ത ലോകത്തിന്റെ നേതാവ് നബിയുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, നമ്മുടെ മാതാപിതാക്കൾ
അവർ മരണപ്പെട്ടു പോയി, നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി, നമ്മുടെ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയിരിക്കാം, നമ്മുടെ സഹോദരന്മാർ മരണപ്പെട്ടു പോയിരിക്കാം, നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയിരിക്കാം, വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിരിക്കാം. പക്ഷേ നമ്മൾ അവരെ കുറിച്ച് ഓർക്കാൻ തയ്യാറല്ല എങ്കിൽ നാളെ നമ്മളെ കുറിച്ചും ആരും ഓർക്കാത്ത ഒരവസ്ഥ സംജാതമാകും. എന്തെല്ലാം ഇവിടെ ഉണ്ടായിട്ടെന്താ, ഏതെല്ലാം രീതിയിൽ ഇവിടെ അധ്വാനിച്ച് കൂട്ടിയിട്ടെന്താ. എന്റെ സഹോദരന്മാരെ, ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലദൻ സ്വാലിഹൻ തറകഹു, നീ ഉപേക്ഷിച്ചു പോകുന്ന സ്വാലിഹായ സന്താനം അത് നിനക്ക് ഉപകരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ നമ്മൾ ഈ ഇൽമിന്റെ മജ്ലിസ് കഴിയുന്നതിന് മുമ്പ് നാളെ ഒരു ദിവസവും കൂടെ ഉള്ള നാളെ സമാപനമാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യിപ്പിച്ചിരിക്കണം. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ സംഭാവനകൾ നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു ഒരിക്കലും നഷ്ടമല്ല, ഒരിക്കലും നഷ്ടമല്ല. ഖബറാളികൾ നമ്മുടെ ദുആ അവർ കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്, അവര് പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട്, അവര് പരസ്പരം മറ്റ് ഖബറാളികളോടൊപ്പം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവർക്ക് വേണ്ടി ഹദിയകൾ കിട്ടുമ്പോൾ അവരെത്ര സന്തോഷത്തോടു കൂടെയാണത് സ്വീകരിക്കുന്നതെന്നറിയുമോ? എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്, എല്ലാത്തിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. ഒരിക്കലും കള്ളം പറയാത്ത നേതാവല്ലേ നമ്മളോട് പറഞ്ഞത്, നീ ദുആ ചെയ്യിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ദുആയുടെ പ്രതിഫലം അവർക്ക് ഒഴുകിയെത്തുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബല്ലേ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇതുപോലെ ഇൽമിന്റെ സ്റ്റേജുകളിലൊക്കെ ഇൻഷാ അല്ലാഹ് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടായിരുന്നാലും ശരി ഇതുപോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് നല്ലൊരു അവസരമാണ്. നമ്മളൊന്ന് ആലോചിച്ചേ, നമ്മളിപ്പോ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു, ഇത്രയും പേരെ നമ്മളെ വീട്ടിൽ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പേരെ വിളിച്ചിരുത്തി ഒരു സ്വലാത്ത് ചൊല്ലിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ എന്തുമാത്രം നമുക്ക് ചെലവുണ്ട് ഇല്ലേ? എന്തുമാത്രം പൈസ ചെലവുണ്ട് നമുക്ക്. ആഹാരം, ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കണം, നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം ഇല്ലേ? അതൊക്കെയാണ്, അത് സദഖയുടെ ഭാഗമാണ്, അതിന്റെ പ്രതിഫലവും അവർക്ക് കിട്ടും. നിനക്ക് മൂന്നാമതായി ഉപകരിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ നിനക്ക് ഉപകരിക്കുന്നതാണ്. ഒന്ന് നീ പഠിച്ച വിജ്ഞാനം, രണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, മൂന്ന് സദഖത്തുൻ ജാരിയ, നീ ചെയ്യുന്ന സദഖ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ടോ? നീ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? നീ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി നീ നൽകിയിട്ടുണ്ടോ? അത് നിനക്ക് ഉപകാരപ്പെടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മസ്ജിദൻ ബനാഉ, നീ പള്ളി എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പള്ളി നിർമ്മിക്കാൻ വേണ്ടി പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നീ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് നാളെ ഉപകരിക്കുന്നതാണ് പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അതുപോലെ വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ട് നീ വഴിയാത്രക്കാർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം, അവർക്ക് തങ്ങാൻ ഒരു സ്ഥലം, അവർ വീട്ടിലേക്ക് വന്നാൽ, ഒരു അതിഥി നിന്റെ വീട്ടിലേക്ക് വന്നാൽ അവരെ നീ ഏത് രീതിയിൽ സൽക്കരിക്കുന്നു? അവർക്ക് ഉറങ്ങാൻ ഒരു ഇടം നീ നൽകി. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് നിനക്ക് നാളെ ഒഴുകിയെത്തുന്ന സദഖയാണ്. നീ മരണപ്പെട്ടാലും പൊന്നുമോനെ നിനക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ തുടർന്ന് പറയുകയാണ്, അതെ, നീ മറ്റുള്ളവർക്ക് വേണ്ടി, നീ അതേ അവർക്ക്
വേണ്ടി വെള്ളം കുടിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സൗകര്യം നീ ചെയ്താൽ അതും നിനക്കതാ ഒഴുകിയെത്തുന്ന സദഖയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ വഴികളില് അല്ലെങ്കിൽ നിന്റെ വീട്ടില് അതാ ഒരു കുളം കൊത്തുന്നു. എന്തിനാ? മറ്റുള്ളവർക്ക് വേണ്ടി, അവർക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ടിന്. അല്ലെങ്കിൽ നിന്റെ കുളത്തിൽ നിന്ന്, നിന്റെ കിണറിൽ നിന്നതാ മറ്റുള്ളവർക്ക് വേണ്ടി വെള്ളം കൊടുക്കുന്നു. പൊന്നുമോനെ, പൊന്നുമോളെ, അള്ളാന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതിന്റെ പ്രതിഫലം അത് നിനക്ക് നാളെ ഒഴുകിയെത്തുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ സദഖതൻ അഖറദഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി. അല്ലാഹുവിന്റെ റസൂൽ അതാ വീണ്ടും തുടർന്ന് പറയുകയാണ്, നിനക്കുള്ള സമ്പത്തിൽ നിന്ന് അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ നിനക്കതിന്റെ പ്രതിഫലങ്ങൾ അതാ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. ആ സന്ദർഭം നീ അതാ ആശ്ചര്യപ്പെട്ടു പോകുന്നു. പടച്ച തമ്പുരാനെ, എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ ഇതേ രീതിയിൽ ചെലവഴിച്ചെങ്കിലോ നാളെ എന്റെ കബറ് പ്രകാശിക്കുമായിരുന്നല്ലോ, എന്റെ കബറ് പ്രകാശപൂരിതമാകുമായിരുന്നല്ലോ. എന്റെ സഹോദര, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്, പള്ളിക്ക് വേണ്ടി സഹായിച്ചു, ഇൽമ പഠിക്കുന്ന വഴിയിൽ നീ ചെലവഴിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീ എന്തെങ്കിലും സഹായങ്ങൾ നൽകി, അത് നിനക്ക് ഉപകരിക്കും. അതാണ് നിനക്ക് ഉപകരിക്കുന്നതെന്ന് പ്രവാചകൻ, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന എസ്റ്റേറ്റുകൾ വിട്ടിട്ട് നമ്മളിതാ യാത്രയാകാൻ പോകുന്നു. നമ്മുടെ മക്കളെ വിട്ടിട്ടിതാ യാത്രയാകാൻ പോകുന്നു. വേണ്ടപ്പെട്ടവരെ വിട്ടിട്ടിതാ യാത്രയാകാൻ പോകുന്നു. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു. നമ്മുടെ മക്കളിതാ നമ്മുടെ ചാരത്ത് വന്ന് നിന്നിട്ട് അവർ നമുക്ക് സമ്മാനിക്കുന്ന സമ്മാനം എന്തെന്നറിയോ? 3 പിടി മണ്ണ് വാരിയിട്ട് നിന്റെ നെഞ്ചിലേക്ക്, നിന്റെ മാറിടത്തിലേക്ക് ഇട്ടുകൊണ്ട് അവര് പറയുക, മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇത് പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് നിന്റെ മാറിടത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്റെ അരുമ സന്താനങ്ങളെ ഒരു വീട്ടിലേക്ക് മടങ്ങി ചെന്ന് നീ ഒരുക്കി വെച്ചിരിക്കുന്ന സമ്പത്തിന് വേണ്ടിയിട്ട് അവർ കടിപിടി കൂടുമ്പോൾ, എന്റെ പൊന്നുമ്മ, എന്റെ ഉപ്പ എന്ന് ചിന്തിച്ചോ, നീ സമ്പാദിച്ചത് കൊണ്ട് എന്താ നിനക്ക് നേട്ടം? നീ ഇവിടെ വാരിക്കൂട്ടിയത് കൊണ്ട് എന്താ ഇവിടെ നേട്ടം? നിനക്ക് രാജപദവികളുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ നേട്ടം? നിനക്ക് അംഗരക്ഷകരുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ നേട്ടം? എന്റെ സഹോദര, എന്റെ ഉമ്മ പെങ്ങന്മാരെ, നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കളില്ലെങ്കിൽ, നിനക്ക് വേണ്ടി നിന്നെ കുറിച്ച് ഓർക്കുന്ന മക്കളില്ലെങ്കിൽ നീ ചിന്തിക്കാൻ തയ്യാറായിക്കേ. നാളെ കൈകരിക്കേണ്ടി വരരുത്. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് പരാതി പറയേണ്ടി വരരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന സമ്പത്തുകൾ പടച്ച തമ്പുരാൻ ഒരു പരീക്ഷണാർത്ഥം നമുക്ക് തന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ നീ വിനിയോഗിച്ചാൽ അത് നിനക്ക് ഉപകാരപ്പെടും പൊന്നുമോളെ, അത് നിനക്ക് ഉപകാരപ്പെടും എന്റെ സഹോദര. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ആയുസ്, നമ്മുടെ ഓരോന്നും ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് ചിന്തിക്കുക. ചിന്തിക്കാൻ തയ്യാറല്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ 4 കാര്യങ്ങളെ സംബന്ധിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും. നിന്റെ ആയുസ്, നിന്റെ സമ്പത്ത്, നീ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിച്ചു, ആ സമ്പത്ത് നീ എങ്ങനെ ഒരുമിപ്പിച്ചു, ഇതെല്ലാത്തിനെ കുറിച്ചും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനമായിട്ട് സ്വർഗത്തിൽ കടക്കുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് പ്രവാചകന്മാരുടെ കൂട്ടത്തില് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാം. കാര്യം എന്താ? അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു രാജാധികാരം നൽകി, ഈ ഭൂലോക ചക്രവർത്തിയാക്കി.
ഈ ഭൂലോകത്തിന്റെ ചക്രവർത്തിയാക്കി സുലൈമാൻ നബിയെ. എല്ലാം അറിവ് കൊടുത്തു, സമ്പത്ത് കൊടുത്തു, സന്താനങ്ങളെ കൊടുത്തു, എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകി. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതേ ലോകത്തിന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരികയാണ്, നാളെ ഏറ്റവും അവസാനമായി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കടക്കുന്നത് സുലൈമാൻ നബിയാണ്. കാരണം ഈ രീതിയിൽ അനുഗ്രഹങ്ങൾ സിദ്ധിച്ച സുലൈമാൻ നബി അതിന്റെ സർവ്വ കണക്കുകളും അല്ലാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിച്ചിട്ട് മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അവസാനമായി കടന്നു വരുന്ന പ്രവാചകനാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോൾ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിന്തിച്ചോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചോ. അത് ഉപകാരപ്പെടും, അത് ഉപകാരപ്പെടും. നാളെ നമുക്ക് സന്തോഷിക്കാൻ അവിടെ അവസരമുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രീതിയിൽ നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുക. ഒരു സംഭവത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്, ശ്രദ്ധിക്കണേ വല്ലാതെ. അതായത് മഹാനായ ഫാറൂഖ്, റബീഅത്ത് ബിൻ ഫാറൂഖ് എന്ന ഒരു മഹാനെ സംബന്ധിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫാറൂഖ് എന്ന മനുഷ്യൻ താബിഈങ്ങളിൽപ്പെട്ട മനുഷ്യനാണ്. വളരെ സമ്പന്നനാണ്, വളരെ ധീരനാണ്, ഒരു യോദ്ധാവാണ്. മഹാനായ ഫാറൂഖ് എന്ന മഹാൻ, സുബ്ഹാനല്ലാഹ്, മഹാനായ ആ മനുഷ്യൻ അദ്ദേഹം മദീനയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ നിയ്യത്ത് എന്താണെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവ്, അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ചാരെ ഒരല്പ സ്ഥലം വാങ്ങണം, അവിടെ എനിക്കൊരു വീടുണ്ടാക്കണം, അവിടെ നിന്ന് എനിക്കൊരു നല്ലൊരു യുവതിയെ എനിക്ക് വിവാഹം ചെയ്യണം, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ എനിക്ക് വിവാഹം ചെയ്യണം. ഫാറൂഖ് എന്ന സഹോദരൻ, ദീനിയായ ആവേശമുള്ള സഹോദരൻ, അതാ സുബ്ഹാനല്ലാഹ് മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്തായിട്ടൊരൽപ്പം സ്ഥലം വാങ്ങുന്നു. അവിടെ അതാ ഒരു വീടുണ്ടാക്കുന്നു. 5 നേരവും മദീനത്തെ പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ ധ്വനികൾ കേട്ടിട്ട് പള്ളിയിലേക്ക് 5 നേരവും നിസ്കാരത്തിന് ഇമാമത്തിന് പങ്കെടുക്കുന്ന ഫാറൂഖ് എന്ന സഹോദരൻ, അൽഹംദുലില്ലാഹ് 30 വയസ്സിനോട് അടുക്കാൻ പോകുന്ന പ്രായം. അതാ ആ സഹോദരൻ അതാ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ, അതാ അറബി പെണ്ണിനെ വിവാഹം ചെയ്യുകയാണ്. ആ പെണ്ണിന്റെ പേര് ജുമൈലത്ത് എന്നാണ്. ജുമൈലത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൊച്ചു സുന്ദരി എന്നാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, ആ വനിതയും അതുപോലെ തന്നെ നല്ലൊരു സുന്ദരിയായ അറബി പെണ്ണ്. അൽഹംദുലില്ലാഹ് അവരുടെ ദാമ്പത്യ ജീവിതം അതാ അങ്ങനെ സന്തോഷത്തോടുകൂടി നീങ്ങുകയാണ്. 5 നേരവും ഫാറൂഖ് എന്ന ആ മഹാനുഭാവർ 5 നേരവും മദീനത്തെ പള്ളിയിൽ ഇമാമത്തിൽ അതാ പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ ഇമാമിന്റെ സാരോപദേശങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ദിവസം അതാ ആ ഇമാമ എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു പ്രഭാഷണം നടത്തുന്ന, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന്റെ സവിശേഷതകളും ശ്രേഷ്ഠതകളും അതിന്റെ പ്രതിഫലങ്ങളുമാണ് പറയുന്നത്. ആ ധീരനായ ഫാറൂഖ് എന്ന മനുഷ്യനതാ അത് ശ്രദ്ധിക്കുകയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറുള്ളവരുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ വീരനായ ഫാറൂഖ് എന്ന മനുഷ്യൻ അതാ കൈ ഉയർത്തുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് തുച്ഛമായ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കൈ ഉയർത്തി. അൽഹംദുലില്ലാഹ് അതേ യുദ്ധത്തിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത ആ മനുഷ്യൻ തന്റെ പ്രിയതമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. ജുമൈല എന്ന് പറയുന്ന തന്റെ ഭാര്യയുടെ അടുക്കലേക്ക് വന്നു. ഭാര്യ നോക്കുന്നു തന്റെ പ്രിയതമന്റെ മുഖത്തേക്ക്. സുബ്ഹാനല്ലാഹ് എന്നിട്ട് ജുമൈല എന്ന ആ പ്രിയതമ ചോദിക്കുകയാണ്, അല്ല എന്താണ് ഇന്ന് വല്ലാത്ത മുഖത്തെന്തോ പറയാൻ, അങ്ങയുടെ മനസ്സിലെന്തോ ഉണ്ട് എന്ന് തോന്നുന്നു മുഖം കണ്ടിട്ട്. എന്താണ് അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ പ്രിയതമനതാ തന്റെ പ്രിയതമയെ വിളിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം
ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇമാമത ഒരു പ്രസംഗം നടത്തി. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ആരെങ്കിലും തയ്യാറുണ്ട് എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞു യുദ്ധത്തിന് പോകാൻ തയ്യാറുണ്ടെന്ന്. ഫാറൂഖ് എന്ന സഹോദരൻ തന്റെ പ്രിയതമയോട് പറയുമ്പോൾ എന്റെ സഹോദരന്മാര്, എന്റെ ഉമ്മ പെങ്ങന്മാര്, ആ പ്രിയതമനതാ തന്റെ ഭാര്യയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് ഷഹീദായ അതിനും പ്രതിഫലമുണ്ടല്ലോ. അതല്ല വിജയം കൈവരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതും വിജയമാണല്ലോ. എങ്ങനെ വന്നാലും എന്തായാലും വിജയം തന്നെയാണ്, മുഅ്മിനിനെ സംബന്ധിച്ച് വിജയം തന്നെയാണ്. പക്ഷേ ആ ജുമൈല എന്ന ഭാര്യ ആർക്കും അത് കൂടുതൽ കുടുംബക്കാരെ ബന്ധുക്കളെ ഒന്നും തന്നെ ആ ഭാഗത്തില്ലാതെ അവർ രണ്ടുപേരും മാത്രമായി കഴിയുന്ന ആ ഒരു സിറ്റുവേഷൻ. സഹോദരന്മാരെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, ജുമൈല എന്ന തന്റെ പ്രിയതമ ആ ഭർത്താവിന്റെ തോളിലോട് ചാരിയതാ കിടക്കുകയാണ്. അതാ ആ ഭാര്യയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുകയാണ്. തന്റെ പ്രിയതമന്റെ കൈകൾ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് തന്റെ വയറ്റത്തേക്ക് അതാ കൊണ്ടുപോകുന്നു. എന്നിട്ട് ജുമൈല എന്ന ഭാര്യതാ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതിന് എനിക്ക് തടസ്സമില്ല, ഈ അങ്ങയുടെ പ്രിയതമാതിന് തടസ്സം പറയുന്നവളല്ല. പക്ഷേ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആ യുദ്ധത്തിൽ വെച്ചെന്നാലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഏകയായ അങ്ങയുടെ ഈ പ്രിയതമയ്ക്കാരാണുള്ളത്? അങ്ങയുടെ കുട്ടി എന്റെ പള്ളയിൽ വളരുന്ന ഈ പൊന്നാമന കുഞ്ഞിനാരാണ് സംരക്ഷകനുള്ളത്? ആ പ്രിയതമ ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഫാറൂഖ് എന്ന താബീങ്ങളിൽപ്പെട്ട ആ മനുഷ്യനതാ തന്റെ പ്രിയതമയോട് പറയുന്ന മോളെ, അല്ലാഹു നിനക്ക് കൂട്ടിനുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് നിനക്ക് കൂട്ടിനുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിലല്ലോ ഞാൻ യുദ്ധത്തിന് പോകുന്നത്. എനിക്കറിയാം അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അങ്ങ് യുദ്ധത്തിന് പോകുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ മനസ്സ് വേദനിക്കുകയാണ്. ഞാൻ ആ വേദന കൊണ്ട് ചോദിച്ചു പോയതാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് പ്രഭാതം വരെയതാ കഴിഞ്ഞുകൂടുന്നു. ദുആയിലും നമസ്കാരത്തിലും ഇബാദത്തിലുമായവർ കഴിഞ്ഞുകൂടുന്നു. രാവിലെ തന്റെ പ്രിയതമൻ പടത്തട്ട് അണിഞ്ഞുകൊണ്ട് പടക്കളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങുമ്പോ തന്റെ പ്രിയതമ നോക്കി നിൽക്കുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിറ്റിട്ട് വീഴുന്നു. തന്റെ പ്രിയതമൻ സലാം പറഞ്ഞുകൊണ്ടിറങ്ങാൻ പോകുന്നു. 30,000 ദീനാർ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് കരുതി വെച്ച, എത്രയോ നാളുകൊണ്ട് കരുതി വെച്ച ഒരു പണക്കിഴി എടുത്തിട്ട് 30,000 ദീനാർ തന്റെ ഭാര്യയുടെ കരങ്ങളിൽ വെച്ചു കൊടുത്തിട്ട് ആ പിതാവ് പറയുകയാണ്, ആ പ്രിയതമൻ പറയുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. ഈ 30,000 ദീനാർ മാത്രമാണ് എനിക്ക് നിനക്ക് തരാനുള്ളത്, നിനക്ക് സമ്മാനിക്കാനുള്ളത്. വേറൊന്നും ഈ ഫാറൂഖിന്റെ കയ്യിലില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവം നീ ഇതിനെ ചിലവഴിക്കണേ. ബുദ്ധിപൂർവം മാത്രമേ നീ ഇതിനെ ചിലവഴിക്കാവൂ. സുബ്ഹാനല്ലാഹ്. ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ നൽകി സലാം പറഞ്ഞുകൊണ്ട് യാത്രയാകുന്നു. ഉമ്മറപ്പടി വരെയും തന്റെ ഭർത്താവിന് ആ ജുമൈല എന്ന ഭാര്യ അനുഗമിക്കുകയാണ്. ഭർത്താവ് നടന്നു നീങ്ങുന്നു. തന്റെ ഭർത്താവ് പോകുന്നത് തന്റെ കണ്ണിൽ നിന്ന് മൺമറയുന്നത് വരെ നോക്കി നിൽക്കുന്നു. ആ കണ്ണുകളതാ ചാലിട്ട് ഒഴുകുന്നു. സുബ്ഹാനല്ലാഹ്. ഓടി വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രിയതമ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്റെ സഹോദരന്മാരെ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, മാസങ്ങൾ
അങ്ങനെ കഴിഞ്ഞു, വർഷങ്ങളങ്ങനെ കഴിഞ്ഞു. ഇതിനിടയിൽ ഇതാ പല വർത്തമാനങ്ങളും വരുന്നു. മാസങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോൾ തന്റെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന ആ പ്രിയതമക്കിതാ ഒരു സന്താനം പിറക്കുകയാണ്, ഒരു ആൺകുഞ്ഞ്. ആ പെണ്ണുമോന് റബിയ എന്ന് പേരിട്ടു, റബിയ എന്ന് പേരിട്ടു. സുബ്ഹാനല്ലാഹ്, ഉപ്പയുടെ അതേ മുഖം തന്നെ, ഉപ്പയുടെ അതേ പുഞ്ചിരി തന്നെ, ഉപ്പയുടെ അതേ മുഖഭാവം തന്നെ. ആ ഉമ്മ നോക്കി രസിക്കുന്ന ഉമ്മ ഇങ്ങനെ പറയും, പൊന്നുമോനെ നീ നിന്റെ ഉപ്പയെപ്പോലെ ഉണ്ടല്ലോ. ആ പൊന്നുമോന്റെ കളിതമാശകൾ കാണുമ്പോൾ, ആ പൊന്നുമോന്റെ വികൃതി കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, തന്റെ ഭർത്താവ് തന്റെ അടുക്കലില്ലെങ്കിലും ആ വിഷമങ്ങളെ അറിയുന്നില്ല. തന്റെ പൊന്നുമോനെ കാണാൻ വേണ്ടി ഒരു ദിവസം ആ പിതാവ് വരുമെന്ന പ്രതീക്ഷയിലാണ് ആ സഹോദരി അങ്ങനെ കഴിയുകയാണ്. തന്നെ കാണാൻ, തന്റെ പൊന്നുമോനെ കാണാൻ, റബിയ എന്ന പൊന്നുമോനെ കാണാൻ ആ പിതാവ് ഒരിക്കലും മടങ്ങി വരുമെന്ന സന്തോഷത്തിലാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, യുദ്ധത്തിന് പോയവര് പലരും മടങ്ങി വന്നു, പല വർത്തമാനങ്ങളും പറഞ്ഞു കേൾക്കുന്നു. ചിലര് പറയുന്നു ഫാറൂഖ് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി പോയി. ചിലര് പറയുന്നു ഇല്ല, അതേ ഫാറൂഖിനെ ശത്രുക്കളെ. ഇങ്ങനെ പല അഭിപ്രായങ്ങളും ആ പെൺകുട്ടി കേൾക്കുന്നു, ജുമൈല എന്ന സഹോദരി കേൾക്കുന്നു. എന്നാലും പ്രതീക്ഷ കൈവടിയുന്നില്ല. 5 നേരവും നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ പ്രിയതമനെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ അല്ലാഹ്, ആ പ്രിയതമനന്റെ പൊന്നുമോനെ വന്നൊന്ന് കാണാൻ കഴിയുമോ. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ആ പ്രിയതമ, ആ ജുമൈല എന്ന സഹോദരി നാളുകളതാ ഓരോന്നോരോന്ന് കഴിഞ്ഞു കിടക്കുന്നു. തന്റെ പൊന്നുമോൻ റബിയതാ വളർന്നു വരുന്നു. പൊന്നുമോനെ പഠിപ്പിക്കണം. ഉപ്പയില്ലാത്ത അല്ലലും അലട്ടലും അവൻ അറിയാൻ പാടില്ല, ഉപ്പയില്ലാത്ത വേദന അവൻ അറിയാൻ പാടില്ല. ആ ഉപ്പയെ കുറിച്ച് അവൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ ഉപ്പ എവിടെ, എന്റെ ഉപ്പ എവിടെ ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും മറുപടി പറയാ ആ ഉമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും പറയും, പൊന്നുമോനെ നിന്റെ ഉപ്പ അല്ലാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയാണ്. വീരനായ ഉപ്പയെ പോലെ ആകണേ മോനെ, അല്ലാന്റെ മാർഗത്തിൽ പരിശ്രമിക്കണേ മോനെ. ഇത് പറഞ്ഞുകൊണ്ട് മോനെ പഠിപ്പിച്ച് വളർത്തുകയാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരന്മാരെ, ആ റബിയ എന്ന കുട്ടി അതാ പഠിക്കാൻ വേണ്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ വിടുന്നു. അന്ന് അവിടുത്തെ ഉസ്താദ് മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ അടുക്കൽ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് റബിയ എന്ന പൊന്നുമോനതാ പഠിച്ചു വളരുന്നു. അവനിന്ന് 15 വയസ്സായി. ഈ 15 വയസ്സിനകത്തവൻ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയിരിക്കുന്നു. അല്ലാഹുവിനെ കുറിച്ച് ഒരുപാട് പഠിച്ചിരിക്കുന്നു, ഒരുപാട് വിജ്ഞാനങ്ങൾ അവൻ നുകർന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ദാരിദ്ര്യം കൊണ്ട് കൂട്ടുകുത്തുന്ന വീട്ടിലേക്ക് പലരും വന്ന് കയറിയിട്ട് പറയുന്നു, റബീഅയിന് എന്തെങ്കിലും ഒരു തൊഴിലിന് വിട്ടുകൂടെയോ, ആ ഉപജീവനം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപജീവന മാർഗം നേടാമല്ലോ, ആ റബീഅ എന്ന് തൊഴിലിന് വിടൂ എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല, എന്റെ പൊന്നുമോൻ പഠിക്കട്ടെ. എവിടം വരെ അവന് പഠിക്കാൻ കഴിയുമോ അവൻ പഠിക്കട്ടെ എന്ന് ആ മാതാവ് തീരുമാനിക്കുന്നു. എന്റെ സഹോദരന്മാരെ, റബീഅ എന്ന ആ സഹോദരൻ പഠിക്കുകയാണ്. ആ പണ്ഡിതൻ നിന്ന് അറിയപ്പെട്ട ഒരു പണ്ഡിതനായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം റബീഅ എന്ന ആ സഹോദരൻ മദീനത്ത് പള്ളിയിലതാ ഇമാമായി സേവനമനുഷ്ഠിക്കുന്നു.
മദീനയിലാകെ റബീഅയെ സംബന്ധിച്ചാണ് ചർച്ച. കാരണം എന്താ? ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനായി മാറിയിരിക്കുന്നു റബീഅ. ഏറ്റവും വലിയ ഒരു ശൈഖായി മാറിയിരിക്കുന്നു റബീഅ. അൽഹംദുലില്ലാഹ്. റബീഅ റളിയല്ലാഹു അൻഹു ഇന്ന് മദീനത്തെ പള്ളിയിലെ ഉസ്താദാണ്, മദീനത്തെ പള്ളിയിലെ ഇമാമാണ്. അൽഹംദുലില്ലാഹ്. എത്ര പേരാ അവിടത്തെ കാണാൻ വരുന്നത്, എത്ര പേരാ ഓടി വന്ന് അവിടത്തെ കരങ്ങളെന്ന് ഗ്രഹിക്കാൻ നോക്കുന്നത്, ആ കരങ്ങൾ പിടിച്ച് ചുംബിക്കുന്നത് എത്ര പേരാ, എത്ര പേരാ വന്ന് ദുആ ചെയ്യാൻ പറയുന്നത്. മദീനക്കാർക്കൊരു പ്രശ്നം വന്നാലും ഓടി വരും, റബീഅയോട് പറയുമെന്ന് ദുആ ചെയ്യണേ. നാട്ടിൽ മഴയില്ലെങ്കിൽ പറയും നമ്മുടെ നാട് മഴയില്ലാതെ വന്നിരിക്കുന്നു എന്ന് ദുആ ചെയ്യണേ. റബീഅ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യും, ജനങ്ങളെ വിളിച്ചു ചേർത്തിട്ട്. അപ്പോൾ തന്നെ മഴ പെയ്യുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്ന പൊന്നുമോനായി റബീഅ ഇതാ വളർന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വർഷങ്ങളെ താണ്ടി ഇന്നതാ മദീനയിൽ മൊത്തവും റബീഅയെ കുറിച്ചുള്ള ചർച്ചയാണ്, റബീഅയെ കുറിച്ചുള്ള ചർച്ചയാണ്. സുബ്ഹാനല്ലാഹ്. 30 വയസ്സോളമായിരിക്കുന്നു. അതിനിടയിലതാ ഒരു മനുഷ്യൻ കുതിര സവാരി ചെയ്തു വരുന്നു. മദീനക്കാര് മറന്നുപോയി, മദീനക്കാർക്ക് അറിയാൻ വയ്യ. ശരീരമെല്ലാം ശോഷിച്ച ഒരു മനുഷ്യൻ, അതാ ദാടിരോമങ്ങളെല്ലാം നിറച്ച ഒരു മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്. കുതിരപ്പുറത്തതാ മദീനയിൽ വരികയാണ്. മദീനയിൽ മൊത്തവും അതാ തന്റെ ചെറിയ കുടില് അന്വേഷിക്കുകയാണ്. ആരാണെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് വേണ്ടി പോയ ഫാറൂഖ് എന്ന താബീങ്ങളിൽപ്പെട്ട മഹാനായ റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ഫാറൂഖ് എന്ന മനുഷ്യനാണ്. എന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, മദീനക്കാർക്ക് ആ മനുഷ്യനെ അറിയാൻ വയ്യ. 60ഓളം വയസ്സായിരിക്കുന്നു. ദാടിരോമങ്ങളെല്ലാം നിറച്ചിരിക്കുന്നു. മദീനയാകെ മാറിയിരിക്കുന്നു. പടുകൂറ്റൻ ബിൽഡിങ്ങുകൾ അവിടെ വന്നിരിക്കുന്നു. തന്റെ ഭവനം കാണുന്നില്ല, ആ കൊച്ചുമാളിക കാണുന്നില്ല. ഫാറൂഖ് എന്ന ആ താബീങ്ങളിൽപ്പെട്ട ആ മനുഷ്യനതാ വളരെ പ്രയാസപ്പെട്ട് തന്റെ ഭവനം കണ്ടുപിടിക്കുന്നു. വല്ലാത്ത ചിന്തകൾ മനസ്സിൽ കുമിഞ്ഞുകൂടുന്നു. എന്റെ പ്രിയതമ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എന്റെ പ്രിയതമ ജീവിച്ചിരിപ്പുണ്ടാകുമോ? എനിക്ക് എന്റെ സന്താനം അതാണാണോ പെണ്ണാണോ? എന്റെ സന്താനമുണ്ടാകുമോ? അവർ ഈ നാട് വിട്ടു പോയോ? ഈ എന്നെ കണ്ടാൽ അവരറിയുമോ? ഇതേ രീതിയിലുള്ള ചിന്തകൾ മഹാനായ ഫാറൂഖ് എന്നവരുടെ മനസ്സിൽ കുമിഞ്ഞുകൂടുകയാണ്. സുബ്ഹാനല്ലാഹ്. വീട് കണ്ടുപിടിച്ചു. ആ വീട്ടിലേക്ക് അതാ ഓടി ചെല്ലുകയാണ്. എല്ലാം മറന്നുപോയി കേട്ടോ. ആ വീട്ടിലുള്ളവരെ കാണാൻ, തന്റെ പ്രിയതമയെ കാണാൻ, തന്റേതായിരിക്കുന്ന കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓടിയതാകത്തേക്ക് കടക്കുമ്പോൾ ഞാൻ കയറി വരട്ടെ എന്ന് പോലും ചോദിക്കാൻ മറന്നുപോയി. ഒരു സുമുഖനായ ഒരു യുവാവായ 30 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ, കണ്ടാലതാ നല്ല വക്കാറുള്ള ഒരു മനുഷ്യനതാ ഉള്ളറയിൽ നിന്നിറങ്ങി വരുന്നു. ആ മനുഷ്യൻ ഇറങ്ങി വന്നുകൊണ്ട് കൈകാട്ടുന്നു. നിക്കടേ അവിടെ, നിക്കടേ അവിടെ. ആ മനുഷ്യനതാ വന്ന ഫാറൂഖ് എന്ന മനുഷ്യനോട് നിൽക്കാൻ വേണ്ടിയിട്ട് ഗർജിച്ചുകൊണ്ട് ചോദിക്കുന്നു, അല്ല ആരാ പറഞ്ഞത്? അനുവാദം കൂടാതെ വീട്ടിന്റെ ഉള്ളറയിലേക്ക് കിടക്കാൻ ആരാണ് പറഞ്ഞത്? അള്ളാഹു അനുവദിക്കുന്നില്ല, അള്ളാന്റെ റസൂല് അനുവദിക്കുന്നില്ല. അന്യ വീട്ടിലേക്ക് അന്യ പുരുഷന്മാര് കയറി വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ടല്ലാതെ കയറി വരാൻ അനുവാദമില്ല. ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് നിൽക്കണം അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അതാ റബീഅ അതാ പ്രായം ചെന്ന 60 വയസ്സോളം വരുന്ന ആ തന്റേതായി ആ ഫാറൂഖ് എന്ന വ്യക്തിയോട് തർക്കിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ടുപേരും നിന്ന് തർക്കിക്കുമ്പോൾ വീട്ടിന്റെ അകത്തളത്തിൽ ഇറങ്ങിക്കിടക്കുന്ന ജുമൈല എന്ന പ്രായം ചെന്നത്
ആ സഹോദരി അതാ മോന്റെ ശബ്ദം കേട്ടിട്ട് ഞെട്ടിയുണരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ തന്റെ മോനും പ്രായമുള്ള ഒരാളുമായിട്ട് തർക്കം തന്നെ. ആരാണ് പ്രായമുള്ള ആ വ്യക്തി എന്ന് മുഖത്തോട്ടൊന്ന് സസൂക്ഷ്മം നോക്കി. സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയതമനാണല്ലോ ആ വന്നു നിൽക്കുന്നത്. തന്റെ മോന്റെ അടുക്കലാണല്ലോ ആ വന്നു നിൽക്കുന്നത്. ആ പ്രിയതമ ഓടി വന്നു തന്റെ പൊന്നുമോനെ അതാ വിളിച്ചുകൊണ്ട് പറയുന്നു, മോനെ, ആ നിൽക്കുന്നതാടാ നിന്റെ ഉപ്പ, ആ നിൽക്കുന്നതാണ് പൊന്നുമോനെ നിന്റെ ഉപ്പ. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിലെ യുദ്ധത്തിന് വേണ്ടി പോയ നിന്റെ ഉപ്പയാണ് മോനെ ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, എന്റെ സഹോദരന്മാരെ, എന്റെ ഉമ്മപെങ്ങന്മാരെ, പൊന്നുമോൻ റബീഅ അതാ ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉപ്പയോട് സലാം പറഞ്ഞുകൊണ്ട്, എനിക്ക് പൊരുത്തം തരണം, ഞാൻ അറിഞ്ഞവനല്ല, അറിയാതെ പറഞ്ഞുപോയെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പുമ്പോൾ, എന്റെ സഹോദരന്മാരെ, ആ റബീഅ എന്ന ആ പണ്ഡിത ശ്രേഷ്ഠൻ തന്റെ പിതാവിന്റെ കരങ്ങളും പിടിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഒരുക്കിയ ഭക്ഷണമതാ ആ പിതാവും അതുപോലെ മാതാവും താനും റബീഅ റളിയല്ലാഹു അൻഹുവും കൂടി ഇരുന്ന് ഭക്ഷണം ഭക്ഷിക്കുന്നു. പിതാവ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളകൾ ഇങ്ങനെ ഉരുട്ടി തന്റെ വായിലേക്ക് വെക്കാൻ പോകുമ്പോൾ തന്റെ മോനെ ചേർത്ത് വെച്ചിട്ട് മോന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, പൊന്നുമോനെ, നിന്നെ കൊഞ്ചിക്കാനും ലാളിക്കാനും ഈ ഉപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ ഉപ്പയ്ക്ക് വാരിത്തരാൻ നിന്നെ ആഹരിപ്പിക്കാൻ ഈ ഉപ്പയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഇപ്പോഴെങ്കിലും എന്റെ റബ്ബ് എനിക്കതിനുള്ള ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുപോലതാ ആഹാരം വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്റെ സഹോദര, നേരം സന്ധ്യയായി. സുബ്ഹാനല്ലാഹ്, രണ്ടുപേരും കൂടി അതാ ക്ഷയിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ക്ഷയിക്കുകയാണ്. അതാ ആ രാത്രിയിൽ ഒരു ചോദ്യം തന്റെ മനസ്സിന്റെ ഉള്ളറയിൽ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം, നീ ഇത്ര നാളും എങ്ങനെയാണ് ജുമൈല, നീ എങ്ങനെയാണ് കഴിഞ്ഞൊരു ജുമൈല അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയെന്ന് അതേ ശത്രുക്കള് ബന്ധനസ്ഥനാക്കി പോയി, ഞാൻ ബന്ധനസ്ഥനായി പോയി, അതിൽ നിന്ന് മോചിതനായി ഞാൻ വരികയാണ് ജുമൈല. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനമായി ചോദിച്ചു, ഞാൻ പോകാൻ നേരത്തെ ഒരു 30,000 ദീനാറ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്, അത് തികഞ്ഞുവോ? നിന്റെ ജീവിതത്തിന് അത് മതിയായില്ല എന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ജീവിതം നീ നയിച്ചത്, ഈ മോനെ നീ എങ്ങനെ വളർത്തി എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ആ സഹോദരി മറുപടി പറയുന്നില്ല. ജുമൈല എന്ന പ്രിയതമ പറയുകയാണ്, അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. എന്റെ സഹോദരന്മാരെ, ഉമ്മപെങ്ങന്മാരെ, നേരം പുലർന്നു. സുബഹിയുടെ ബാങ്കതാ മദീനത്ത് പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുന്നു. ഫാറൂഖ് എന്നവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുന്നു. പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, തന്റെ ഭാര്യയോട് ചോദിക്കുന്നു, അല്ല നമ്മുടെ മോൻ റബീഅ എവിടെ, നമ്മുടെ മോൻ റബീഅ എവിടെ, ഉറക്കം എഴുന്നേറ്റില്ലയോ? ഉമ്മ പറഞ്ഞു, അവൻ സുബൈക്ക് ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ തന്നെ അവൻ പള്ളിയിൽ പോയി. അവന്റെ സ്വഭാവം ബാങ്ക് കേൾക്കാൻ നിൽക്കൂല, രാത്രിയുടെ ഒരു ഭാഗം കഴിഞ്ഞു കിടന്നാൽ അവൻ പള്ളിയിലേക്ക് പോകും, അതാ അവന്റെ സ്വഭാവം. മഹാനായ ഫാറൂഖ് എന്നവർ പെട്ടെന്ന് തന്നെ ബാങ്ക് വിളിയാട്ടല്ല ഓടി എന്ത് ചെയ്തു, പള്ളിയിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ എന്റെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരന്മാരെ, അതാ നമസ്കാരം കഴിഞ്ഞു.
നമസ്കാരം കഴിഞ്ഞിരിക്കുന്നു. പള്ളിക്കകത്തതാ ഒരാളിരുന്ന് ക്ലാസ് എടുക്കുന്നു. ആരാണെന്നറിയാൻ വയ്യ, അത്രത്തോളം ജനങ്ങളതാ കൂടിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫാറൂഖ് എന്നവർ ഒലു ചെയ്തിട്ട് പള്ളിക്കകത്ത് കയറി നമസ്കരിച്ചു, സുബഹി നമസ്കാരം നിർവഹിച്ചു. എന്നിട്ടതാ ജനങ്ങളെ തിങ്ങിക്കൂടിയിരിക്കുന്ന സദസ്, അതാ ആ സദസ്സിലോട്ട് ഫാറൂഖ് എന്നവർ ചെന്നിരിക്കുന്നു. കാണാൻ കഴിയുന്നില്ല ആരാണെന്ന്, അത്രത്തോളം ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഹദീസ് പണ്ഡിതൻ അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു. എത്ര ഭക്ഷ്യമായ ഖുർആൻ പാരായണം, എത്ര സുന്ദരമായ ക്ലാസ്. സുബ്ഹാനല്ലാഹ്, അത് കേട്ട് ജനങ്ങൾ പൊട്ടിക്കരയുന്നു. അതാ ഫാറൂഖ് എന്നവരും പൊട്ടിക്കരയുന്നു. അതാ ക്ലാസ് കഴിയുന്നു. പലരും ചെന്നിട്ട് അദ്ദേഹത്തെ മുസാഫഹത്ത് ചെയ്യുന്നു. ദൂരെ മാറി നിന്ന് ദുആ ചെയ്യാൻ പറയുന്നു. ബഹുമാനാദരവുകളോടുകൂടി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, ഫാറൂഖ് എന്ന ഈ സഹോദരൻ ചോദിച്ചു, അതല്ല ആരാണ് ആ ഹദീസ് പണ്ഡിതൻ? അവിടെ കൂടിയ ക്ലാസ് കേൾക്കാൻ വന്ന ഒരു വ്യക്തിയോട് ചോദിച്ചു, ആരാണ് ഹദീസ് പണ്ഡിതൻ? ആ സഹോദരൻ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യനെ, ആ ഹദീസ് പണ്ഡിതനെ നിനക്കറിയില്ലെന്നോ? നീ മദീനക്കാരനല്ലയോ? അതേ, മദീനക്കാരനാണ്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയിട്ട് ഇന്നലെ വന്നവരാണ്. അപ്പോഴാ മനുഷ്യൻ പറഞ്ഞു, ആ ഹദീസ് ക്ലാസ് എടുത്ത ആ പണ്ഡിതൻ ആരെന്നറിയോ? മദീനയിൽ മുഴുവനും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്, ദുആക്ക് ഇജാബത്തുള്ള വ്യക്തിയാണ്. അതേ, അദ്ദേഹത്തിന്റെ പേര് റബീഅ എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവാരാ? ആ മനുഷ്യനത് അത്ഭുതത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് വാർത്ത. സുബ്ഹാനല്ലാഹ്, സംഭവങ്ങളെല്ലാം ഫാറൂഖിന്റെ മുമ്പിൽ വിശദീകരിക്കുന്നു. ഫാറൂഖ് പൊട്ടിക്കരയുകയാണ്. കണ്ണിൽ നിന്ന് അതാ കണ്ണുനീര് എത്തിച്ചു വീഴുകയാണ്. സന്തോഷം കൊണ്ടതാ ഓടുകയാണ് തന്റെ കുടിലിലേക്ക്. തന്റെ പ്രിയതമയെ വിളിച്ചിട്ടതാ പറയുകയാണ്, ജുമൈല, നമ്മുടെ പൊന്നുമാൻ എത്ര ഭാഗ്യവാനാ, നമ്മുടെ പൊന്നുമാൻ എത്ര ഭാഗ്യവാനാ. ഞാൻ പള്ളിയിൽ ചെന്നപ്പോഴ് അവനതാ ഒരു ക്ലാസ് എടുക്കുന്നു, എനിക്ക് മനസ്സിലായില്ല. എത്ര വശ്യമായ സുന്ദരമായ ശൈലിയാണ്. ആ ഖുർആൻ പാരായണമെന്ന് കേൾക്കണമായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ആവേശം കൊള്ളുമ്പോൾ ജുമൈല എന്ന സഹോദരി അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയതമന്റെ ചാരത്ത് ചേർന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ എന്റെ പ്രിയതമാ, നിങ്ങൾ ഇന്നലെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ലേ? 30,000 ദീനാർ എന്ത് ചെയ്തേ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യത്തിന്റെ മറുപടി മദീനത്തെ പള്ളിയിൽ അങ്ങ് കണ്ടത്. മദീനത്തെ പള്ളിയിൽ അങ്ങ് കണ്ടത് ആ ചോദ്യത്തിന്റെ മറുപടിയാണ്. ആ പൊന്നുമാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമ്പത്ത് മുഴുവനും ഞാൻ ചിലവഴിച്ചു. ആ പൊന്നുമോനാണ് മദീനത്തെ പള്ളിയിലിരുന്ന് ക്ലാസ് എടുത്തതെന്ന് വിളിച്ചു പറയുമ്പോൾ എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഇൽമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കണേ, ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കണേ, ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കണേ. ആ പിതാവ് പറഞ്ഞുപോയി, ഫാറൂഖ് പറഞ്ഞുപോയി, അൽഹംദുലില്ലാഹ്, എനിക്ക് സമാധാനമായി, എനിക്ക് സമാധാനമായി, എനിക്ക് സമാധാനമായി. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു പൊന്നുമോനെ നീ വാർത്തിവിട്ടല്ലോ, ഒരു പൊന്നുമാനുണ്ടായല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, ഇതുപോലെ അഭിമാനം കൊള്ളാൻ
നമുക്ക് കഴിയണം നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നാം പഠിച്ച ഇൽമും നമ്മൾ കേട്ട വിജ്ഞാനങ്ങളും ഒക്കെ ആ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടണം. അതുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി യജ്ഞിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, നാഥാ ഞങ്ങൾ ഓരോരുത്തരുടെ നിയ്യത്തുകളും നീ കബൂലാക്കണേ അല്ലാ, തടസ്സങ്ങൾ നീക്കണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് പേര് ഒരുപാട് സംഭാവനകൾ ചെയ്തവരുണ്ട് തമ്പുരാനെ. റഹ്മാനെ, സ്വർണം ചോദിച്ചപ്പോൾ സ്വർണം തന്നവരുണ്ട്. റഹ്മാനെ, ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് പടച്ച തമ്പുരാനെ സഹായങ്ങൾ നൽകിയവരുണ്ട്. റഹ്മാനെ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭാവനകൾ നൽകിയവരുണ്ട്. റഹ്മാനെ, ലേലത്തിന് വേണ്ടി സാധനങ്ങൾ തന്നവരുണ്ട്. റഹ്മാനെ, ബക്കറ്റുമായി വന്നപ്പോൾ പടച്ചവനെ സഹായങ്ങൾ നൽകിയവരുണ്ട്. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, ഈ വാഴ ഇവിടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ശാരീരികമായും മാനസികമായും സഹായങ്ങൾ നൽകിയവരുണ്ട്. റഹ്മാനെ, അവരുടെ എല്ലാ നിയ്യത്തുകൾ നീ കബൂലാക്കണേ അല്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിക്കണേ അല്ല. തടസ്സങ്ങൾ നീക്കണേ അല്ല, ഷർറുകൾ ദൂരീകരിക്കണേ അല്ല. റഹ്മാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലീഹീങ്ങളാക്കണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും അവർ ഞങ്ങൾക്കും ഞങ്ങൾ അവർക്കും പരസ്പരം ഉപകാരപ്പെടുന്നവരാക്കണേ അല്ല. ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല. റഹ്മാനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും അവരെ കൊണ്ട് ഞങ്ങളെയോ ഞങ്ങളെ കൊണ്ടവരെയോ നീ മുഷിപ്പിലാക്കല്ലേ അല്ല, നീ മോശക്കാരാക്കല്ലേ അല്ല. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ ഈ ജമാഅത്തിന്റെ ഭാരം പടച്ചവനെ, പരിപാലകർ റഹ്മാനെ, എല്ലാ രീതിയിലും പടച്ചവനെ ഇതുമായി സഹകരിച്ച അവർക്ക് എല്ലാ ഖൈറും നൽകണേ അല്ല. ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി റഹ്മാനെ പരിശ്രമിക്കുന്ന അവരുടെ പരിശ്രമങ്ങളെ നീ കബൂലാക്കണേ അല്ല, ഖൈർ നൽകണേ അല്ല. ഞങ്ങളുടെ ജമാഅത്തിന് മറ്റ് ജമാഅത്തുകൾക്ക് മാതൃകാപരമായ ജമാഅത്താക്കി നീ കബൂലാക്കണേ അല്ല. റഹ്മാനായ കൃപയുള്ള തമ്പുരാനെ, പടച്ചവനെ, ഈ വഅദ് പരമ്പര ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരായ ഇവിടത്തെ ചെറുപ്പക്കാര് റഹ്മാനെ, അവരെ നീ ഖൈറിലാക്കണേ അല്ല. ജോലികൾ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പടച്ചവനെ ഇതിന്റെ പിന്നാലെ ഇറങ്ങിയവരാണ് തമ്പുരാനെ. റഹ്മാനെ, അവരുടെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ അല്ല. റഹ്മാനെ, നല്ല ചെറുപ്പക്കാരാക്കി മാതൃകാപരമായ രീതിയിലുള്ള ചെറുപ്പക്കാരായവരെ നീ കബൂലാക്കണേ അല്ല.